Boche Gold and Diamonds. Buy now, pay later. ഡോളർ മാറ്റ കച്ചവടത്തിൽ ഉൾപ്പെട്ട വിളയൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗം മുഹമ്മദ് റാഫി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ രംഗത്ത്. സാമ്പത്തിക ഇടപാടിൽ UDF നേതാക്കൾക്കും പങ്കുണ്ടെന്ന് ഇവർ ആരോപിച്ചു. സത്യപ്രതിജ്ഞാ ലംഘനമാണ് ജനപ്രതിനിധി നടത്തിയതെന്ന് നേതാക്കൾ പറഞ്ഞു. ഇന്നലെ നമ്മുടെ കേരളത്തിലെ പത്രമാധ്യമങ്ങളിലൂടെ ഒരു വാർത്ത പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് കോൺഗ്രസിൻ്റെ മെമ്പറായിട്ടുള്ള മുഹമ്മദ് റാഫി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഡോളർ പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇന്നലെ കേരളത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഈ രാജ്യത്തുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു മെമ്പർ യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം ആ മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ട് അന്വേഷണത്തെ നേരിടണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹത്തിന് മാതൃകയാക്കേണ്ട ജനപ്രതിനിധി ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യുന്നത് ആശങ്കയിലാക്കുന്നു. മുഹമ്മദ് റാഫി രാജിവെക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള നിരവധിയായ കേസുകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധിയായ കേസുകൾ ഇപ്പോൾ പല ഭാഗങ്ങളിൽ പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ തന്നെ ഏത് നിലയിലും പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് എന്നുള്ള സന്ദേശം നമ്മുടെ നാടിനകത്തെ യുവാക്കൾക്ക് കൂടെ നൽകുന്നതിന് വേണ്ടി അത്തരം പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി നേതൃത്വമായി ഒരു ജനപ്രതിനിധി, അതും ഒരു യുവാവായ ജനപ്രതിനിധി മാറുമ്പോൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം വളരെയധികം കൂടുന്നുണ്ട് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിലവിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനം രാജിവെച്ചുകൊണ്ട് തന്നെ നിയമപരമായിട്ട് മറ്റു കാര്യങ്ങൾ നടപടികൾ നേരിടേണ്ടതുണ്ട്. അത് ശക്തമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവണമെന്ന് ഡിവൈഎഫ്ഐ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. അല്ലാത്ത പക്ഷം അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നത് കൂടെ ഈ അവസരത്തിൽ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് തൃശൂർ അന്തിക്കാട് വെച്ച് സംഭവമുണ്ടായത്. വിളയൂർ സ്വദേശി മുഹമ്മദ് റാഫി, മുഹമ്മദ് അസ്ലം, അജിത്, പെരുമ്പിലാവിൽ നിന്നും കയറിയ മജീദ് എന്നിവരുടെ സംഘമാണ് 16 ലക്ഷത്തിലധികം രൂപയുമായി ഡോളർ കച്ചവടത്തിന് പോയത്. തൃപ്രയാർ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് പണം രഞ്ജിത്ത് എന്നയാൾക്ക് നൽകുകയും എന്നാൽ ഡോളർ നൽകാതെ രഞ്ജിത്തും സംഘവും ഇവരെ പെപ്പർ സ്പ്രേയും ആയുധങ്ങളും ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് പരാതി. സംഭവത്തിൽ കേസ് അന്വേഷണത്തിനായി ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ റൂറൽ SP രൂപീകരിച്ചിട്ടുണ്ട്. കുഴൽപ്പണക്കടത്തിന് സമാനമായ സാമ്പത്തിക ഇടപാടാണ് ഡോളർ പൊട്ടിക്കൽ. Time Kids Preschool, Mannannur Road, വാണിയംകുളം. .view News. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.